ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മിങ്കോസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോവാണേ. എങ്ങോട്ടാന്നല്ലേ വഴിയെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബാംഗ്ലൂരിൽ കുറച്ച് ഏറെ അറിയപ്പെടുന്ന മാൾ ഓഫ് ഏഷ്യ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അവിടെ അടിപൊളി ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം ഡെക്കറേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചധികം അടിപൊളി ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ മാളിൻ്റെ അകത്ത് കയറിയിട്ട് എല്ലാ ഷോപ്പും ഒന്ന് കറങ്ങി അടിച്ച് നടന്ന് നോക്കുക കേട്ടോ, ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. പക്ഷെ നല്ല റഷ് ഉണ്ടായിരുന്നു ഗായ്സ്, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കാണാനായിട്ട്. ക്രിസ്മസിൻ്റെ ലീവൊക്കെ ആയിട്ട് എല്ലാവരും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ, എവിടെ നോക്കിയാലും ഫോട്ടോയും വീഡിയോ എടുക്കുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റും. പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എന്തോരം റഷാണ്. അകത്തൊക്കെ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക, നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് മറ്റേ കുട്ടികളെയൊക്കെ നന്നായിട്ട് ആകർഷിക്കുന്ന രീതിയിൽ അവർ ഓരോന്ന് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരുപാട് സ്പോട്ട് ഉണ്ടായിരുന്നു, ഒരുപാട് പക്ഷെ നമ്മൾ പേ ചെയ്യണം. നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു മോളിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കുന്നു. പക്ഷേ കളക്ഷനൊക്കെ അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാട്ടോ. അവിടെ ഇനി എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. പക്ഷേ ഈ ഒരു ഷോപ്പ്, എൻ്റെ പൊന്നോ, അവിടെ ഒരു ഡ്രസ്സ് ഉണ്ട് ഗൈസ്. അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന വിധം തന്നെ നമ്മൾ ഇതൊരു എന്താ പറയുക, അത്ര അടിപൊളിയാക്കിയാണ് ഇവിടെ ഡ്രസ്സിൽ പെട്ട്. കണ്ടോ, ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തൊട്ടടുത്തിരിക്കുന്ന ക്രിസ്മസ് ട്രീയുടെ കൂടെ അത് നന്നായിട്ട് സിങ്കായി പോകുന്നുണ്ട്. ഒരാൾക്കാണെങ്കിൽ ആ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് വിഷമമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഗൈസ്. അങ്ങനെ ഞങ്ങളിവിടെ ഓടി നടന്ന് നിങ്ങളിത് കാണുക. അപ്പോഴാണ് അറിയുന്നത് 5 മണിക്ക് ഞങ്ങൾ അവിടെ ചെന്നിട്ട് 5:30 ഫുഡ് സ്പോട്ടിൽ എത്തണമെന്നാണ് ഞങ്ങളുടെ ചെയർമാൻ അറിയിച്ചിരിക്കുന്നത്. കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ മിനിസോയിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പെമ്പിള്ളേരെ സ്വർഗ്ഗമല്ലേ. പക്ഷെ ഒരു വീഡിയോസ് ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അടിപൊളി കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു ടോയ്സ്. ഈ ടോയ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം അതിനെ പിടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് അവർ വന്ന് എന്നോട് പറഞ്ഞു വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് ഓർത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ ഞങ്ങൾ ഐസ്ക്രീമും ബർഗറും ഒക്കെ ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ഫുഡ് സ്പോട്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയിട്ട്, നല്ല ഭംഗിയിലാട്ടോ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ എവിടെ നിന്നാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഈ നിൽക്കുന്ന പിള്ളേർ മൊത്തം നമ്മുടെ കോളേജിലാണ്. എല്ലാവരും 4 വഴിയിൽ ചെതറി ഇങ്ങനെ കിടക്കുക. ആ സമയത്ത് അതാ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. റെസ്റ്റോറൻ്റ് ആണോ എനിക്കറിയത്തില്ല, പക്ഷേ ഈ ഷോപ്പ് അടിപൊളിയാണ്. അവരപ്പം തന്നെ ഉണ്ടാക്കി തരുന്നതാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ ആംബിയൻസൊക്കെ കാണാനായിട്ട്. കുറച്ച് നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വേറൊരിടത്തോട്ട് പോയി. ഇതേതോ സെക്കൻഡ് ഫ്ലോറാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നും കുറേ പേര് ഫോട്ടോ എടുക്കുന്നത്, എന്തോ ഫിലിമിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേസ് പോലെ ഉണ്ട് കാണാൻ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കറങ്ങി അടിച്ചിങ്ങനെ നടന്നു. ഫുഡ് കഴിക്കുന്ന പ്ലേസാണ് ഗൈസ്, വേറെ ലെവലാക്കി വെച്ചേക്കുന്നത്. അടിപൊളി. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ബോറടിച്ചപ്പോഴത്തേക്കും പിള്ളേരെയൊക്കെ പുറകെ ഇങ്ങനെ നടന്ന് ബോറടിച്ച് ഒരിടത്ത് കുത്തിയിരുന്ന്. അത് കഴിഞ്ഞ് വീണ്ടും നടക്കാൻ തുടങ്ങി. ഈ സംഭവം കൊള്ളായിരുന്നേ. ഇങ്ങനെ ഗോൾഡിലും വൈറ്റിലും ബ്ലാക്കിലും ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിസൈൻ പോലെ. ഇതിൻ്റെ താഴെ നിന്ന് കണ്ട വ്യൂ ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ രസമുണ്ടായിരുന്നു താഴെ നിന്ന് ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോൾ കാണാനായിട്ട്. കുറേ പേര് അത് കണ്ടിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ലൈറ്റിങ്സൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. നല്ലൊരു നൈറ്റ് വൈബ് കിട്ടുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. എന്തോ നല്ലോണം എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അതും കണ്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക. ആ മാള് മൊത്തം ഞങ്ങൾ കയറി ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴതിന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചത്. കാരണം നൈറ്റ് ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പോവും, പിന്നെ നിങ്ങൾക്ക് അവിടുത്തെ കാണാൻ പറ്റത്തില്ല. അവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടിയതാണ്. പക്ഷേ സംഭവം ശരിക്കും അടിപൊളിയായിരുന്നു. നല്ല രസം, നല്ല ഹൈറ്റിലാട്ടോ ചെയ്തേക്കുന്നത്. വെട്ടത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, എന്നാലും ഞാൻ കുറച്ച് ബ്രൈറ്റ്നസ് ഒക്കെ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഹൈറ്റിൽ അടിപൊളിയാക്കി നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴായിട്ട് കുറച്ച് അധികം ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടപ്പുണ്ട്, പക്ഷെ അവിടെ പോയി നോക്കാനുള്ളൊരു സമയം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അകത്ത് വന്നിട്ടോ. അവിടെ വന്നപ്പോഴത്തേക്കും നാണ്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് വർക്ക് ഉണ്ട്. പക്ഷെ അത് അടിപൊളിയായിരുന്നു കേട്ടോ, നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി. നടക്കൽ തന്നെയാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. അങ്ങനെ അവിടെ നിന്ന് നടന്ന് ഞങ്ങളാണെങ്കിൽ വേറെ അടുത്തോട്ട് പോയപ്പോഴത്തേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈ ഒരു ഷോപ്പ് ഉണ്ട്. പക്ഷേ ഇത് അടിപൊളിയായിട്ടോ, നന്നായിട്ട് നല്ല ക്രിസ്മസ് വൈബിൽ ഈ ഒരു സ്ഥലം, കുഞ്ഞു സ്ഥലമാണ്, പക്ഷെ അത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അധികം സമയമൊന്നുമില്ല, ഞങ്ങൾ ഇറങ്ങാൻ പോവാട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ ഒക്കെ കണ്ടതിന് താങ്ക് യു. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ടാ.